ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇപ്പോൾ ചാപ്റ്റർ 3 ആണല്ലോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കറണ്ട് ഇലക്ട്രിസിറ്റി എന്താണ്, ലിഫ്റ്റ് വെലോസിറ്റി, റിലാക്സേഷൻ ടൈം, ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, ഫ്ലോ ഓഫ് ചാർജിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഇലക്ട്രിസിറ്റി തന്നെ എങ്ങനെയൊക്കെയുണ്ട്? വേരിയബിളും കോൺസ്റ്റൻറ്റും ഉണ്ടെന്ന് പറഞ്ഞ്, ഓൾട്ടർനേറ്റിംഗ്, ഡയറക്റ്റ് എന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വോൾട്ടേജും കറൻറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് ആദ്യം പഠിക്കുന്നത്. നമുക്കറിയാം, കറണ്ട് ഉണ്ടെങ്കിൽ വോൾട്ടേജ് ഉണ്ട്, വോൾട്ടേജ് ഉണ്ടെങ്കിൽ കറണ്ട് ഉണ്ട്. വോൾട്ടേജും കറൻറ്റും റിലേറ്റഡ് ആണ്. അങ്ങനെ വോൾട്ടേജിനെയും കറൻറ്റിനെയും റിലേറ്റ് ചെയ്തു തരുന്ന ഒരു ലോയാണ് ഓംസ് ലോ. നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടത്. എന്താണ് ഓംസ് ലോ എന്ന് നോക്കാം. ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്ന എന്തിനെക്കുറിച്ചാണ്? വോൾട്ടേജും കറൻറ്റും തമ്മിലുള്ള റിലേഷനാണ്. എന്താണ് ഓംസ് ലോ എന്ന് നമുക്ക് നോക്കാം. ഓംസ് ലോ ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞേ, ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ നടക്കുന്നു, അവിടെ വോൾട്ടേജ് ഉണ്ടാവും. കറണ്ട് ഉണ്ടെങ്കിൽ കറണ്ട് ഉണ്ടാകുന്നതിനനുസരിച്ച് വോൾട്ടേജ് നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു കണ്ടക്ടർ വെറുതെ ഇരുന്നാൽ കറണ്ട് ഫ്ലോ നടക്കുന്നില്ല. എക്സ്റ്റേണലായിട്ട് നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിൽ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ വോൾട്ടേജും കറണ്ടും ഉണ്ടാകുന്നു. ഇവിടെ നമുക്ക് ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പറയാം? ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി എൻഡ്സ് ഓഫ് ദി കണ്ടക്ടർ. ഈ കണ്ടക്ടർ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, അത് പ്രത്യേകം നമ്മൾ പറയേണ്ട കാര്യമാണ്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഒരു കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അതിൻ്റെ എൻഡ്സിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ നമുക്ക് വോൾട്ടേജ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ എന്ത് പറയാം? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ current flowing through a conductor is directly proportional to potential difference between the ends of the conductor. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്? ഐ കറൻറ്റും വി വോൾട്ടേജും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി വോൾട്ടേജും ആണെങ്കിൽ നമുക്ക് പറയാം എന്താണ്? വി പ്രൊപ്പോർഷണൽ ടു ഐ, വി പ്രൊപ്പോർഷണൽ ടു ഐ, അല്ലെ ഐ പ്രൊപ്പോർഷണൽ ടു വി. ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ വി പ്രൊപ്പോർഷണൽ ടു ഐ എന്നെഴുതാം. ഓംസ് ലോ gives the relation between voltage and current. അത് നമുക്കറിയാം, എല്ലാ ഇക്വേഷനും പ്രൊപ്പോർഷനാലിറ്റി വരുമ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ബി ഈക്വൽസ് എ കോൺസ്റ്റൻറ്റ് ആർ ഇൻറ്റു ഐ, എ കോൺസ്റ്റൻറ്റ് ആർ ഇൻറ്റു ഐ. ആർ ഈസ് എ കോൺസ്റ്റൻറ്റ് കോൾഡ് റെസിസ്റ്റൻസ്. ആറിന് റെസിസ്റ്റൻസ് എന്ന് പറയാം. ഒരു കണ്ടക്ടറിന് റെസിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കറണ്ട് ഫ്ലോ ഇങ്ങനെ നടക്കുമ്പോൾ ഈ കറണ്ട് ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന ഒരു വാല്യൂ, ഒരു ക്വാണ്ടിറ്റി അതിൽ ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് റെസിസ്റ്റൻസ്. ഒരു സർക്യൂട്ടിൽ കറണ്ടിനെ കൺട്രോൾ ചെയ്ത് വിടണമെങ്കിൽ പ്രത്യേക എലമെൻറ്റുകളുണ്ട്. അതാണ് റെസിസ്റ്ററുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിൽ മേക്ക് ചെയ്യുന്ന കമ്പോണൻസുകളാണ് റെസിസ്റ്ററുകൾ എന്ന് പറയുന്നത്. റെസിസ്റ്റേഴ്സ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഈക്വൽസ് ആർ ഐ. ആർ ഈസ് എ കോൺസ്റ്റൻറ്റ് കോൾഡ് റെസിസ്റ്റൻസ്. ആർ ഈക്വൽസ് വി ബൈ ഐ എന്ന് നമുക്ക് എഴുതാം. റെസിസ്റ്റൻസ് ഈക്വൽസ് വോൾട്ടേജ് ബൈ കറണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? വി ഈക്വൽസ് ആർ ഐ, അല്ലെങ്കിൽ ഐ ഈക്വൽസ് വി ബൈ ആർ എന്ന് എഴുതാം. നമുക്കറിയാം വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ട് ആണെന്നും കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ ആണെന്നറിയാം. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം, ഇങ്ങനെ എഴുതാം. ഓം ആണ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ്. ഇവിടെ നമ്മൾ പറഞ്ഞു കണ്ടക്ടറുകളിൽ റെസിസ്റ്റൻസ് വാല്യൂ റെസിസ്റ്റ് ചെയ്യുന്നതാണ് ഈ റെസിസ്റ്റൻസിന് ക്വാണ്ടിറ്റി വരുന്നത്. അപ്പോൾ ഇവിടെ ഈ റെസിസ്റ്ററിൽ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു. റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ കറണ്ടിനെ ക്രമീകരിക്കുക, കറണ്ട് അതിൻ്റെ ഫ്ലോയെ ക്രമീകരിച്ച് കൊണ്ടുവരികയാണ് റെസിസ്റ്റൻസ് വാല്യൂ ചെയ്യുന്നത്. നമുക്ക് ഒരു കണ്ടക്ടറിലെ റെസിസ്റ്റൻസ് വാല്യൂ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ വോൾട്ടേജ് ആൻഡ് കറണ്ട്. വോൾട്ടേജിനെയും കറണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. റെസിസ്റ്റൻസ് ആർ ഈക്വൽസ് വി ബൈ എന്ന് എഴുതാം. പിന്നെ ആംബിയർ, ഐയുടെ കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയറും
വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ടും റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓമും ആണെന്നറിയാം. ഇനി ഒരു കണ്ടക്ടറിൽ റെസിസ്റ്റൻസ് നമ്മൾ റെസിസ്റ്റൻസ് എങ്ങനെയൊക്കെ കണ്ടക്ടറുമായിട്ട് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഡിപ്പെൻസ് ഏതൊക്കെ ഫാക്ടറുകളെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നു, ഒരു കണ്ടക്ടറിൻ്റെ ഏതൊക്കെ കാര്യങ്ങളെയാണ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, റെസിസ്റ്റൻസ് എങ്ങനെ ആയിരിക്കും, റെസിസ്റ്റൻസ് ഡിപ്പെൻസ് ഓൺ ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, റെസിസ്റ്റൻസ് ഡിപ്പെൻസ് ഓൺ ലെങ്ത് ഓഫ് കണ്ടക്ടർ, ഒരു കണ്ടക്ടറിൻ്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് കണ്ടക്ടർ, ഏരിയ ഓഫ് ദി കണ്ടക്ടർ, മെറ്റീരിയൽ ഏത് മെറ്റീരിയലാണ്, മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ. നമ്മൾ പിന്നെ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ടെമ്പറേച്ചർ. എന്താണ്? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. റെസിസ്റ്റൻസ് ഡിപ്പെൻസ് ഓൺ ലെങ്ത് ഓഫ് കണ്ടക്ടർ, ഏരിയ ഓഫ് ദ കണ്ടക്ടർ, മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ടെമ്പറേച്ചർ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത് എൽ ആണെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ആണെന്നിരിക്കട്ടെ, ലെങ്ത് എല്ലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ആണെങ്കിൽ റെസിസ്റ്റൻസ് എങ്ങനെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? റെസിസ്റ്റൻസ് ഡിപ്പെൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. എന്താണ്? റെസിസ്റ്റൻസ് കണ്ടക്ടറിൻ്റെ ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. കണ്ടക്ടറിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും റെസിസ്റ്റൻസ്. പ്രൊപ്പോർഷണൽ ടു എൽ, പ്രൊപ്പോർഷണൽ ടു 1/a ആയിരിക്കും. രണ്ട് ഇക്വേഷനും കൂടെ നമുക്ക് ചേർത്ത് എഴുതാം. എങ്ങനെ എഴുതാം? പ്രൊപ്പോർഷണൽ L/a എന്ന് എഴുതാം. പ്രൊപ്പോർഷണൽ L/a. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ എന്ത് ചെയ്യാം? R equals a constant rho into L/a എന്നെഴുതാം. a constant rho is a constant. എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. is called റെസിസ്റ്റിവിറ്റി എന്ന് പറയാൻ സാധിക്കുന്നു. is a constant called റെസിസ്റ്റിവിറ്റി. നമുക്കിവിടെ റെസിസ്റ്റിവിറ്റിയെ എങ്ങനെ കണ്ടുപിടിക്കാം? റെസിസ്റ്റിവിറ്റി ഈക്വേഷൻ കണ്ടുപിടിക്കാമല്ലോ. റെസിസ്റ്റിവിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? ഈക്വൽസ് RA/L എന്ന് എഴുതാം. റെസിസ്റ്റിവിറ്റി ഈക്വൽസ് RA/L എന്ന് എഴുതാൻ സാധിക്കും. റെസിസ്റ്റിവിറ്റി എങ്ങനെ എഴുതാം? റെസിസ്റ്റിവിറ്റി ഈക്വൽസ് R/A/L എന്ന് എഴുതാം. ഇവിടെ നമുക്ക് L1 ആണെന്നിരിക്കട്ടെ, യൂണിറ്റ് എയും 1 ആണെന്നിരിക്കട്ടെ. L1 A1 ആണെങ്കിൽ നമുക്ക് റോയെ എങ്ങനെ എഴുതാൻ സാധിക്കും? എല്ലും എയും 1 ആണെങ്കിൽ എങ്ങനെ എഴുതാം? ഈക്വൽസ് R എന്ന് എഴുതാം. എക്ക് 1, എല്ലിന് 1 കൊടുത്താൽ ഈക്വൽസ് R എന്ന് എഴുതാൻ സാധിക്കും. അതായത് എങ്ങനെ നമുക്ക് റെസിസ്റ്റിവിറ്റിയെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം നോക്കാം. റെസിസ്റ്റിവിറ്റി of a conductor is the resistance offered by a conductor of unit length and unit area of cross section. യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു കണ്ടക്ടറിലെ റെസിസ്റ്റൻസ് വാല്യൂ റെസിസ്റ്റിവിറ്റിക്ക് തുല്യമാകുന്നു, ഈക്വൽ ആകുന്നു. അപ്പം എന്ത് പറയാം? റെസിസ്റ്റിവിറ്റി ഈസ് ദി റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ കണ്ടക്ടർ ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയാം. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു ഓമാണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ എന്നെഴുതാം. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ എന്ന് എഴുതാൻ സാധിക്കുന്നു. നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു. അപ്പോൾ ഒരു കണ്ടക്ടറിന് റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിൽ മേക്ക് ചെയ്യുന്ന കണ്ടക്ടറുകളാണ് റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കപ്പാസിറ്ററുകൾ എന്താണെന്ന്. കപ്പാസിറ്റർ എന്തായിരുന്നു? ചാർജ് സ്റ്റോർ ചെയ്തിരുന്നില്ലേ? കണ്ടക്ടറുകളുടെ അറേഞ്ച്മെൻറ്റ് ഓഫ് കണ്ടക്ടേഴ്സ് ഫോർ സ്റ്റോറിങ് ചാർജ് ആയിരുന്നു കപ്പാസിറ്ററുകൾ. ഈ കപ്പാസിറ്ററുകളും റെസിസ്റ്ററുകളും ഒക്കെ ഇലക്ട്രിക്കൽ കമ്പോണൻസുകളാണ്. ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിലും ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന കമ്പോണൻസുകളാണ്. കപ്പാസിറ്റർ പോലെ മറ്റൊരു കമ്പോണൻ്റാണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. അത് കണ്ടക്ടർ തന്നെയാണ്. പക്ഷേ എന്താണ്? റെസിസ്റ്റൻസ് വാല്യൂവിൽ ഇമ്പോർട്ടൻസ് കൊടുത്താണ് റെസിസ്റ്ററുകൾ മേക്ക് ചെയ്തിരിക്കുന്നത്. ഇവയെല്ലാം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്ന കമ്പോണൻറ്റുകളാണ്. അപ്പോൾ കണ്ടക്ടറിൽ തന്നെ നമുക്ക് പറയാം നമ്മൾ ഈ കണ്ടക്ടിവിറ്റി, റെസിസ്റ്റിവിറ്റി. കണ്ടക്ടറുകൾ എന്ന് പറയുന്നത് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി നമ്മൾ പറഞ്ഞതാണ്. കണ്ടക്ടേഴ്സ്
നേരത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞല്ലോ, ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ അനുസരിച്ച് മെറ്റീരിയൽസിനെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. അവിടെ നമ്മൾ പറഞ്ഞത് കണ്ടക്ടേഴ്സ് അലോ ചാർജസ് ടു ഫ്ലോ ത്രൂ ദം. പിന്നെന്താ പറഞ്ഞത്, ഇൻസുലേറ്റേഴ്സ് ദേ ഡു നോട്ട് അലോ ചാർജ്. ഇപ്പോൾ കണ്ടക്ടേഴ്സ് പിന്നെ ഗുഡ് കണ്ടക്ടിവിറ്റി ഉണ്ട്, കണ്ടക്ടേഴ്സിനെല്ലാം ഗുഡ് കണ്ടക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇൻസുലേറ്റേഴ്സിന് കണ്ടക്ടിവിറ്റി ഇല്ല നമ്മൾ പറഞ്ഞാണ്. ഇനി ഈ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി, ഇപ്പോൾ നമുക്ക് പറയാം കണ്ടക്ടിവിറ്റിയുടെ ഓപ്പോസിറ്റാണ് റെസിസ്റ്റിവിറ്റി, അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറയാം. അങ്ങനെ കണ്ടക്റ്റൻസും റെസിസ്റ്റൻസും റെസിപ്രോക്കലാണ്. കണ്ടക്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് കണ്ടക്റ്റൻസ് 1 റെസിസ്റ്റൻസ് എന്ന് പറയാം അല്ലേ. കണ്ടക്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് റെസിസ്റ്റൻസ് എന്ന് പറയാം. അതുപോലെ തന്നെ കണ്ടക്ടിവിറ്റിയുടെ റെസിപ്രോക്കലാണ് റെസിസ്റ്റിവിറ്റി. കണ്ടക്ടിവിറ്റി ഈക്വൽസ് 1 റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റിക്ക് നമ്മൾ സിഗ്മ കൊടുക്കുക, റെസിസ്റ്റിവിറ്റി റോയാന്ന് പറഞ്ഞു. ഇപ്പം എന്താണ്, സിഗ്മ ഈക്വൽസ് 1/ρ എന്ന് എഴുതാൻ സാധിക്കും. ഇത് ഓപ്പോസിറ്റാണ് അല്ലേ, കണ്ടക്ടിവിറ്റി റെസിസ്റ്റിവിറ്റി. അങ്ങനെ മെറ്റീരിയൽസിനെ ഈ ബേസിൽ വീണ്ടും ക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ കണ്ടക്ടിവിറ്റി അല്ലെ റെസിസ്റ്റിവിറ്റിയുടെ ബേസിൽ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടക്ടേഴ്സ് പറഞ്ഞു. അതുപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞ മെറ്റീരിയൽസ് ഉണ്ട്. സെമി കണ്ടക്ടേഴ്സ് ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാമല്ലോ എന്താണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും എന്താണെന്ന് നമുക്കറിയാം. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ക്ലാസിഫിക്കേഷൻ നമുക്ക് വീണ്ടും പറയാം. കണ്ടക്ടിവിറ്റി അല്ലെ റെസിസ്റ്റിവിറ്റിയുടെ ബേസിൽ എന്തൊക്കെ പറയാം, കണ്ടക്ടേഴ്സ്, പിന്നെ സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് എന്ന് ഗ്രൂപ്പ് പറയാം. ഇൻസുലേറ്റേഴ്സ് അതിൽ നമുക്കറിയാം കണ്ടക്ടേഴ്സ് ഗുഡ് കണ്ടക്ടിവിറ്റി, ലോ റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. കണ്ടക്ടേഴ്സിന് എങ്ങനെയായിരിക്കും, നല്ല കണ്ടക്ടിവിറ്റിയും കാണും, റെസിസ്റ്റിവിറ്റി കുറവായിരിക്കും. സെമി കണ്ടക്ടേഴ്സ് എടുത്താൽ കണ്ടക്ടിവിറ്റി ആൻഡ് റെസിസ്റ്റിവിറ്റി ലൈസ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. പാർഷ്യലി കണ്ടക്റ്റിംഗ് ആയിരിക്കും. കണ്ടക്ടേഴ്സിൻ്റെയും ഇൻസുലേറ്റേഴ്സിൻ്റെയും കണ്ടക്ടിവിറ്റിയുടെ റെസിസ്റ്റിവിറ്റിയുടെ ഇടയ്ക്ക് ഒരു വാല്യൂ ആയിരിക്കും സെമി കണ്ടക്ടേഴ്സിനുള്ളത്. ദേ ആർ പാർഷ്യലി കണ്ടക്റ്റിംഗ്. കണ്ടക്ടേഴ്സിൻ്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചതാണ്, മെറ്റൽസ് എല്ലാം കണ്ടക്ടേഴ്സാണ്. ഇൻസുലേറ്റേഴ്സിൻ്റെ പഠിച്ചതാണ്. സെമി കണ്ടക്ടേഴ്സിൻ്റെ എക്സാമ്പിൾസ് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത്, കൂടുതലും പഠിക്കുന്നത് ജെർമേനിയം, സിലിക്കൺ, ഇത് രണ്ടുമാണ് മെയിൻ എക്സാമ്പിളായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിൽ കണ്ടക്ടിവിറ്റി ഓർ റെസിസ്റ്റിവിറ്റി ലൈസ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ദേ ആർ പാർഷ്യലി കണ്ടക്റ്റിംഗ് എന്ന് പറയാം. ഇതെല്ലാം സെമി കണ്ടക്ടറിൻ്റെ ഇൻസുലേറ്ററിൻ്റെ ഒക്കെ കണ്ടക്ടിവിറ്റി എപ്പോഴും ഈ റെസിസ്റ്റിവിറ്റി നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ഇതിന് വാല്യൂ ഒക്കെ വ്യത്യാസം വരാവുന്നതാണ്. കണ്ടക്ടിവിറ്റിയും റെസിസ്റ്റിവിറ്റിയും റെസിപ്രോക്കലാണെന്ന് നമ്മൾ പറഞ്ഞു. കണ്ടക്ടിവിറ്റിയുടെ ഓപ്പോസിറ്റ് റെസിപ്രോക്കൽ. ഇപ്പോൾ കണ്ടക്ടിവിറ്റി നമ്മൾ എഴുതിയല്ലോ, എന്താണ്, സിഗ്മ ആണെങ്കിൽ റെസിസ്റ്റിവിറ്റി റോ എന്ന് പറയും. സിഗ്മ ഈക്വൽസ് 1/ρ ആയിരിക്കും. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് പറഞ്ഞല്ലോ ഓമീറ്റർ. ഇവിടെ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്, കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് സീമെൻ എന്ന് പറയാം. കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ്. അപ്പോൾ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് സീമെൻസ് പെർ മീറ്റർ എന്ന് പറയാം. സീമെൻസ് പെർ മീറ്റർ എന്ന് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് പറയാനായിട്ട് സാധിക്കും. സിഗ്മ ഈക്വൽസ് 1/ρ. അങ്ങനെ കണ്ടക്ടിവിറ്റിയുടെ റെസിപ്രോക്കലാണ് റെസിസ്റ്റിവിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. മെറ്റീരിയലിലെ കണ്ടക്ടിവിറ്റി കൂടുകയാണ്, റെസിസ്റ്റിവിറ്റി കുറയുന്നു. കണ്ടക്റ്റൻസ് കൂടുകയാണ്, റെസിസ്റ്റൻസ് കുറയുന്നു. കണ്ടക്ടിവിറ്റി അത് പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റിവിറ്റി ആയിട്ട് എടുക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഓംസ് ലോ, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ കറണ്ട് വോൾട്ടേജ് കറണ്ടിന് പ്രപ്പോർഷനാണ് എന്ന് പറഞ്ഞു. നമ്മൾ എക്സ്പെരിമെൻറ്റുകളൊക്കെ നടത്തുമ്പോൾ പ്രാക്ടിക്കലൊക്കെ ചെയ്യാനുണ്ട്. ഓംസ് ലോയുടെ വെരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ സർക്യൂട്ട് മേക്ക് ചെയ്തിട്ട് വോൾട്ടേജും കറണ്ടും കണ്ടുപിടിക്കുന്നു. കറണ്ടിന് ആനുപാതികമായിട്ടുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് വെരിഫിക്കേഷന് കിട്ടും. എന്താണ് കിട്ടുന്നത്, വോൾട്ടേജ് കറണ്ടിന് പ്രപ്പോർഷനാണെന്ന് കിട്ടും. അങ്ങനെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കാം. ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമുക്ക് എങ്ങനെ ആ ഗ്രാഫിനെ നമുക്ക്
വരയ്ക്കാം. ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ XY ആക്സിസ് വരയ്ക്കുന്നു. X ആക്സിസിൽ കറൻറ്റും Y ആക്സിസിൽ വോൾട്ടേജും എടുത്ത് ഗ്രാഫ് വരയ്ക്കുന്നു. അപ്പോൾ ഈ ഓംസിനെ വെരിഫൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ആ ഗ്രാഫ് എന്ന് പറയുന്നത് കറണ്ട് അനുസരിച്ച് വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ലീനിയർ ഗ്രാഫായിരിക്കും, ലീനിയറായിട്ട് ആയിരിക്കും. അത് നമുക്ക് മനസ്സിലാകും. കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ വെരിഫൈ ചെയ്ത് നമുക്ക് ഗ്രാഫും വരച്ച് നമുക്ക് അത് കണ്ടുപിടിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ഈ ഗ്രാഫിൽ ഒരു സ്ലോപ്പ് വരയ്ക്കുവാണെങ്കിൽ ആ സ്ലോപ്പിൽ നിന്ന് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അവിടെ നിന്ന് കണ്ടുപിടിക്കാം, ഗ്രാഫിലെ സ്ലോപ്പിൽ നിന്ന് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇനി ഈ ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഓംസ് ലോയുടെ ഇക്വേഷൻ പഠിക്കാനായിട്ട് പെട്ടെന്ന് പഠിക്കാനുള്ള രീതിയിൽ ഇങ്ങനൊരു റെപ്രസെൻറ്റേഷൻ വരയ്ക്കാം. നമുക്ക് വി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ട്രയാങ്കിൾ ഷേപ്പിൽ വരയ്ക്കുകയാണെങ്കിൽ വിയും ഐ ആർ ഇങ്ങനൊരു ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ ഇക്വേഷൻ നമുക്ക് എഴുതാൻ സാധിക്കും. എന്താ എഴുതാം? വി ഈക്വൽസ് ഐ ആർ, വി ഈക്വൽസ് ഐ ഇൻറ്റു ആർ അല്ലേ, വി ബൈ ഐ ഈക്വൽസ് ആർ അല്ലെ, ആർ ഈക്വൽസ് വി ബൈ ഐ എന്നിങ്ങനെ ഈ പിക്ചർ ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഇക്വേഷൻ എഴുതാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഡയഗ്രാം മനസ്സിലോർത്താൽ മതി. നമ്മൾ പറഞ്ഞു ഇത് ഒരു ലീനിയർ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഓംസ് ലോയുടെ ഗ്രാഫ് ഓംസ് ലോ ഒബേ ചെയ്യുവാണെങ്കിൽ ഗ്രാഫ് ഒരു ലീനിയർ ഷേപ്പിലായിരിക്കും, സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകുന്നു. കറണ്ടിനനുസരിച്ച് വോൾട്ടേജ് നമുക്കിങ്ങനെ ഗ്രാഫ് ഓരോരോ വാല്യൂസ് കൊടുത്ത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതേ രീതിയിൽ ഗ്രാഫ് കിട്ടുന്നതായിട്ട് സാധിക്കും. എല്ലാ കേസിലും ഓംസ് ലോ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ മെറ്റീരിയൽസിലും ഓംസ് ലോ ഒബേ ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. ഓംസ് ലോയ്ക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. ഓംസ് ലോയുടെ ലിമിറ്റേഷൻ എല്ലാ മെറ്റീരിയലും ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. ചില മെറ്റീരിയലുകളിൽ നമ്മൾ പറഞ്ഞു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞില്ല, ആ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുമ്പോൾ തന്നെ ഈ റെസിസ്റ്റൻസ് വാല്യൂവിന് വ്യത്യാസം വരാം. മെറ്റീരിയലുകളിൽ മെറ്റൽ പോലെ ചില മെറ്റീരിയലിലൊക്കെ കറണ്ട് കുറേ സമയം ഫ്ലോ ചെയ്യുമ്പോൾ അതിൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്യും, ടെമ്പറേച്ചർ കൂടും. അപ്പോൾ തന്നെ നമുക്കറിയാം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്നുള്ള ആ തത്വം മാറുന്നു. അങ്ങനെ വരുമ്പോൾ ഓംസ് ലോ ഒബേ ചെയ്യാത്ത കേസുകൾ വരുന്നു. എല്ലാ മെറ്റീരിയൽസും ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല, ലിമിറ്റേഷൻസ് ഉണ്ട് ഓംസ് ലോയ്ക്ക്. ഇവിടെ നമ്മൾ ഗ്രാഫ് നോക്കണം. നമ്മൾ പറഞ്ഞു ഓംസ് ലോ ഒബേ ചെയ്യുന്നതാണ് ഗ്രാഫ് ഇങ്ങനെ ലീനിയറായിട്ട് പോകും. ഓംസ് ലോ ഒബേ ചെയ്യാത്ത കേസിൽ ഗ്രാഫ് എങ്ങനെ നമുക്ക് വരയ്ക്കാൻ സാധിക്കും? ഗ്രാഫ് വരയ്ക്കുമ്പോൾ കിട്ടുന്നത് ഇങ്ങനെ ലീനിയറായിട്ട് പോകുന്നില്ല, കുറച്ചിങ്ങനെ വന്നിട്ട് അത് വളഞ്ഞിങ്ങനെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് കറൻറ്റും വോൾട്ടേജും ഇവിടെ വരുമ്പോൾ പ്രൊപ്പോർഷൻ അല്ലാതെ വരുന്നു. അതാണ് ഓംസ് ലോയുടെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഹൈ വോൾട്ടേജിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഗ്രാഫ് വളഞ്ഞങ്ങ് പോവുക, സ്ട്രൈറ്റ്. അതായത് വോൾട്ടേജും കറൻറ്റും പ്രൊപ്പോർഷൻ അല്ലാതെ ചില മെറ്റീരിയലുകളിൽ ഉണ്ടാകും. അതാണ് ഓംസ് ലോയുടെ ലിമിറ്റേഷൻ. എങ്ങനെയാണ് ഈ വേരിയേഷനൊക്കെ വരുന്നത്? ടെമ്പറേച്ചർ, വോൾട്ടേജ് കൂടി ടെമ്പറേച്ചർ കുറേ സമയം കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ പ്രൊപ്പോർഷണാലിറ്റി മാറുന്നു. അങ്ങനെ ഓംസ് ലോയ്ക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷനാണ് ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ഡയോഡ് എന്നൊക്കെ പറഞ്ഞു. ആ ഡയോഡ് പോലെയുള്ള മെറ്റീരിയലാണെങ്കിൽ ഇത് ഒബേ ചെയ്യുന്നില്ലെന്ന് പറയുന്നതാണ്. അപ്പം ലിമിറ്റേഷൻ ഓഫ് ഓംസ് ലോ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഗ്രാഫിക്കലായിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞു റെസിസ്റ്റിവിറ്റി പറഞ്ഞില്ല, റോ എന്ന് പറഞ്ഞ റെസിസ്റ്റിവിറ്റിയുടെ മറ്റൊരു പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. അങ്ങനെയും പറയാം. റെസിസ്റ്റിവിറ്റിയെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയാം. ഈ ഗ്രാഫിൽ നിന്ന് ഇതെല്ലാം കണ്ടുപിടിക്കാം നമുക്ക്. ഓംസ് ലോ വെരിഫൈ ചെയ്യുമ്പോൾ ഗ്രാഫ് വരച്ച റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും എല്ലാം നമുക്കതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പ്രാക്ടിക്കലൊക്കെ ചെയ്യുമ്പോൾ അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കിവിടെ പറഞ്ഞു ടെമ്പറേച്ചർ എങ്ങനെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റിയെ ടെമ്പറേച്ചർ ഏത് രീതിയിലാണ് അഫക്റ്റ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓംസ് ലോ പറയുമ്പോൾ തന്നെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് ടെമ്പറേച്ചർ റെസിസ്റ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ടെമ്പറേച്ചറിനുണ്ടാകുന്ന മാറ്റം അല്ലെ ടെമ്പറേച്ചർ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റി എങ്ങനെയാകുന്നു? അതായത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. ടെമ്പറേച്ചർ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന റെസിസ്റ്റിവിറ്റി, ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും നോക്കാം. എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത്? ടെമ്പറേച്ചറിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി എങ്ങനെ മാറുന്നു അത് പറയുകയാണെങ്കിൽ നമുക്ക് മെറ്റൽസ് എല്ലാം ഗുഡ് കണ്ടക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. മെറ്റൽസിൽ നോക്കുകയാണെങ്കിൽ ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റിവിറ്റി ഓൾസോ ഇൻക്രീസസ് എന്ന് പറയുന്നത്.
മെറ്റൽസ് ഗുഡ് കണ്ടക്ടേഴ്സ് ആണെങ്കിൽ എന്താണ് മെറ്റൽസ്, ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ മെറ്റൽസ് ആണല്ലോ എടുക്കുന്നത്. കണ്ടക്ടേഴ്സ് അല്ലേ, കണ്ടക്ടേഴ്സിൽ എന്ത് പറയാം, കണ്ടക്ടേഴ്സിൽ ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. റെസിസ്റ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ കൂടിയാൽ കണ്ടക്ടേഴ്സിൽ റെസിസ്റ്റിവിറ്റി കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി സെമി കണ്ടക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. സെമി കണ്ടക്ടേഴ്സിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. റെസിസ്റ്റിവിറ്റി കുറയുന്നു. അങ്ങനെ ഗുഡ് കണ്ടക്ടേഴ്സ് മെറ്റൽസിലൊക്കെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റി കൂടുകയും സെമി കണ്ടക്ടേഴ്സിൽ ഇൻ സെമി കണ്ടക്ടർ ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റിവിറ്റി ഡിക്രീസസ്, റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാം. മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതെന്താണെന്ന് നോക്കാം. നമുക്ക് റെസിസ്റ്റിവിറ്റി റോ എന്ന് നമ്മൾ പറഞ്ഞല്ലോ, റോ ഒരു മെറ്റീരിയൽ എടുക്കുന്നു. അതിന് ആദ്യം ഒരു മെറ്റീരിയലിൽ T ടെമ്പറേച്ചർ, T0 ടെമ്പറേച്ചർ, 0 ഡിഗ്രി T0 ടെമ്പറേച്ചർ, കുറച്ച് സമയം കഴിയുമ്പോൾ അത് T ആയിട്ട് മാറുന്നു. ടെമ്പറേച്ചർ T ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റോ T എന്ന് കൊടുക്കാം. റെസിസ്റ്റിവിറ്റി അറ്റ് T ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കുന്നു? റോ 0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു T മൈനസ് T0 എന്നെഴുതാം. അതായത് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞല്ലോ, അല്ലെ റെസിസ്റ്റിവിറ്റി അറ്റ് ടെമ്പറേച്ചർ T എന്ന് പറയുന്നത് റോ 0, റെസിസ്റ്റിവിറ്റി അറ്റ് 0 ഡിഗ്രി, അതാണ് റോ 0. ടെമ്പറേച്ചർ T0 ആകുമ്പോൾ റെസിസ്റ്റിവിറ്റിയാണ് റോ 0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു T മൈനസ് T0 എന്ന ഇക്വേഷനിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആൽഫ ഈസ് കോൾഡ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. റെസിസ്റ്റിവിറ്റി എന്ന് ആൽഫയെ പറയാൻ സാധിക്കും. എന്താണ്? റോ T ഈക്വൽസ് റോ 0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു T മൈനസ് T0 എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയുടെ റിലേഷൻ. ഈ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റുമായിട്ട് റെസിസ്റ്റിവിറ്റി എങ്ങനെ റിലേറ്റഡ് ആണ്? ഒരു മെറ്റീരിയൽ എടുക്കുമ്പോൾ T0 ഡിഗ്രിയിൽ ഉള്ള റെസിസ്റ്റിവിറ്റി റോ 0യും Tയിലുള്ള റെസിസ്റ്റിവിറ്റി റോ Tയും ആണെങ്കിൽ ഈ റിലേഷൻ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ആൽഫ ഈസ് ദി ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. ഒരു മെറ്റീരിയലിൽ മെറ്റൽസിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുമെന്നും സെമി കണ്ടക്ടേഴ്സ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുമെന്നും പറഞ്ഞു. അങ്ങനെ മെറ്റൽസിനൊക്കെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റും സെമി കണ്ടക്ടേഴ്സിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. കണ്ടക്ടറുകളിൽ കറണ്ട് ഫ്ലോ നടക്കുമ്പോൾ കുറേ സമയം കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഉണ്ടാകും, അല്ലെ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. കുറേ സമയം ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ നടക്കുകയാണെങ്കിൽ ഇവിടെ ഹീറ്റ് ഉണ്ടാകും, നമുക്കറിയാം, ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. അങ്ങനെയുള്ള മെറ്റീരിയൽസിൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കും? അതാണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് വെച്ച് നമുക്ക് പറയാൻ സാധിക്കും. അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി H എന്ന് പറയുന്നത് H ഈക്വൽസ് I²RT എന്നെഴുതാൻ സാധിക്കും. ഒരു കണ്ടക്ടർ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഇൻറ്റു ടൈം ഫോർ വിച്ച് കറണ്ട് ഫ്ലോസ്. എന്താണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് സ്റ്റേറ്റ് ചെയ്യുന്നത്? ഒരു കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജി എങ്ങനെയായിരിക്കും? H ഈക്വൽസ് I²RT എന്ന് എഴുതാൻ സാധിക്കും. അതായത് ഹീറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് കറണ്ട്, റെസിസ്റ്റൻസ് ആൻഡ് ടൈം വിച്ച് കറണ്ട് ഫ്ലോസ്. അവിടെ ഹീറ്റ് എനർജിയാണ് അല്ലേ, ഹീറ്റ് എനർജിയാണ്. ഹീറ്റ് എനർജി ആകുമ്പോൾ അവിടെ ഇലക്ട്രിക് പവറും ഉണ്ടാകുന്നുണ്ടല്ലോ, ഹീറ്റ് പവറും ഉണ്ടാകും അല്ലേ. എങ്ങനെയായിരിക്കും ഒരു കണ്ടക്ടറിൽ ഉണ്ടാകുന്നത്? വോൾട്ടേജ് Vയും I കറൻറ്റുമാണെങ്കിൽ പവർ P ഈക്വൽസ് V ഇൻറ്റു I എന്ന് എഴുതാം. ഇലക്ട്രിക് പവർ ഈക്വൽസ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇവിടെ ഇക്വേഷൻസ് കൊടുക്കാം. P ഈക്വൽസ് I²R എന്ന് എഴുതാം, അല്ലെങ്കിൽ P ഈക്വൽസ് V²/R എന്നൊക്കെ ഇതിന് ഇക്വേഷൻസ് എഴുതാൻ സാധിക്കും. ഇലക്ട്രിക് പവർ ഈക്വൽസ് ഇവിടെ ഉണ്ടാകുന്ന പവർ എന്ന് പറയുന്നത്
വോൾട്ടേജ് പവർ എന്ന് പറയുന്നത് ഇലക്ട്രിക് പവർ വോൾട്ടേജിനെ കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. പിന്നെ പവർ പി ഇവിടെ നമ്മൾ വിയുടെ ഇവിടെ ഇക്വേഷൻ മാറ്റി കൊടുക്കാമല്ലോ. I/R കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ V ഈക്വൽസ് IR കൊടുക്കുകയാണെങ്കിൽ I × R വരുമ്പോൾ I²R. അതുപോലെ തന്നെ നമുക്ക് വിയും ആറും തമ്മിൽ ഇങ്ങനെ പല റിലേഷൻസ് എഴുതാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഒരു കണ്ടക്ടറിലെ ഹീറ്റ് എനർജി എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഇക്വേഷനാണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിങ്ങിൽ നമുക്ക് തരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഓംസ് ലോ പഠിച്ചു, റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി ഇവ എന്താണെന്ന് പഠിച്ചു. നമ്മൾ ഈ കണ്ടക്ടറുകളുടെ മേക്ക് ചെയ്യുന്നത് ചാർജ് സ്റ്റോർ ചെയ്യുകയൊക്കെ കപ്പാസിറ്ററുകൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ല, കപ്പാസിറ്റർ മേക്ക് ചെയ്യുന്നതൊക്കെ പഠിച്ചായിരുന്നു. അതുപോലെയാണ് റെസിസ്റ്ററുകൾ എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് വാല്യൂവിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് റെസിസ്റ്ററുകൾ മേക്ക് ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ സർക്യൂട്ടുകൾ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്ന കമ്പോണൻറ്റുകളും ഡിവൈസുകളും ഒക്കെയാണ് ഈ റെസിസ്റ്ററുകൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് പഠിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി.